പാവപ്പെട്ട ഒരു രോഗിക്ക് വേണ്ടി 1000 രൂപ 500 രൂപ 2000 രൂപ നൽകാൻ നമ്മുടെ കൈ ഇങ്ങനെ പറക്കുമ്പോ എനിക്കൊരു വാഹനം വാങ്ങാൻ, എനിക്കൊരു വീട് വെക്കാൻ, എന്റെ മകനെ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നാം സൂക്ഷിച്ചു വെച്ച ലക്ഷങ്ങളുണ്ടല്ലോ. നമ്മുടെ ഭാര്യയ്ക്ക് ഒരു ക്യാൻസർ വന്നാൽ, ഒരു അസുഖം വന്നാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക 1 ലക്ഷം രൂപ കയ്യിൽ കൊണ്ടുപോകാനുള്ള പൈസയല്ലോ, അഡ്മിറ്റ് ആക്കാനുള്ള പൈസയല്ലോ എന്ന് വരൂലേ? അതാണ് ആരോഗ്യം എന്ന് പറഞ്ഞത്. അത് നഷ്ടപ്പെട്ടാൽ എന്തും ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മുആഫൻ ഫീ ജസദിഹി, നിങ്ങളുടെ ശരീരത്തിന് ആഫിയത്തുണ്ടോ എങ്കിൽ നമ്മൾ അനുഗ്രഹീതരാണ്. പിന്നെ എന്തിനാണ് നിരാശ? നമസ്കാരത്തിൽ വരെ യാതൊരു ശ്രദ്ധയുമില്ലാതെ എപ്പോഴും നിരാശയായി ഉള്ള അനുഗ്രഹങ്ങളുടെ പേരിൽ നിരാശ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഉള്ള അനുഗ്രഹങ്ങളുടെ പേരിൽ വീട് ഒരു അനുഗ്രഹമാണ്. വീട് സ്ക്വയർ ഫീറ്റ് പോരാ. വീടിന്റെ സിറ്റ് ഔട്ട് അങ്ങനെയായിരുന്നില്ല വേണ്ടിയിരുന്നു. ലിവിംഗ് റൂം കുറച്ചുകൂടി വീതി വേണ്ടിയിരുന്നു. അപ്പൊ എന്തിനാണ് ഈ മനുഷ്യന് ടെൻഷൻ? ഉള്ള വീട്ടിലാണ് ടെൻഷൻ, ഉള്ള വാഹനത്തിലാണ് ടെൻഷൻ, ഉള്ള വരുമാനത്തിലാണ് ടെൻഷൻ, ഉള്ളതിൽ ടെൻഷൻ. അപ്പൊ നമ്മൾ കുറച്ച് ഒഴിവാക്കണ്ടേ? അപ്പൊ നമ്മുടെ മനസ്സൊന്നുകൂടി ക്ലിയർ ചെയ്യണ്ടേ? അൽഹംദുലില്ലാഹ്, ഞാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയല്ലേ നമ്മളൊരു കാര്യം പറയുമ്പോൾ അൽഹംദുലില്ലാഹ്, ഞാൻ അനുഗ്രഹീതനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മൻ സലഹ ജസദുഹു സലഹ സആദതുഹു. ഒരു മനുഷ്യന്റെ ആരോഗ്യം ഒക്കെയാണോ അവന്റെ സൗഭാഗ്യം പൂർണ്ണമായി. ആരോഗ്യം ഒക്കെയാണോ സൗഭാഗ്യം പൂർണ്ണമായി. മാമിൻ മുസ്ലിമിൻ യഅരിഫുൽ ഖൈറ ഫീമാ അഅതാഹു അല്ലാഹു വമാ ലം യുഅതിഹി. സ്വർഗ്ഗം ലഭിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു മനുഷ്യൻ തനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് മനസ്സിലാക്കുകയും ലഭിക്കാതെ പോയ അനുഗ്രഹത്തെ കുറിച്ച് എനിക്കത് ലഭിക്കാത്തതിൽ ഒരു ഖൈറുണ്ടാകും എന്ന് വിചാരിക്കുകയും ചെയ്താൽ, വലം യശ്കു അംറൻ മിനൽ മറദി, ഒരു രോഗം വന്നാൽ വല്ലാതെ വേവലാതിയും ആവലാതിയും പറയാതെ അൽഹംദുലില്ലാഹ്, ചികിത്സിക്കാനുള്ള പണമുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ഇത്രയും കാലം ആരിൽ നിന്നും ഞാൻ പണം വാങ്ങിയിട്ടില്ല, അൽഹംദുലില്ലാഹ്, ഇഞ്ചക്ഷൻ ഉള്ള പണമുണ്ടല്ലോ. അപ്പൊ അതില് ഒരു അൽഹംദുലില്ലാഹ് ഉണ്ടല്ലോ. കാരണം എന്താ? വേദന കൂടുതലൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. കൂടുതൽ പരാതികൾ പറയാതെ ഇത്ര കാലം ജീവിച്ചല്ലോ, അൽഹംദുലില്ലാഹ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകുകയും എനിക്കിത് നൽകാത്തതിൽ ഒരു ഖൈറുണ്ട് എന്ന് വിചാരിക്കുകയും അല്ലാഹു നൽകിയ പരീക്ഷണത്തിലും രോഗത്തിലും ക്ഷമ അവലംബിക്കുകയും ചെയ്താൽ ഇല്ലാ അഅതാഹു അല്ലാഹു ഹഖ്ഖൻ അലൽ ജന്ന, ആ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗം നൽകും.